ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോണത് മീൻ പിടിക്കാനാണ് കേട്ടോ. ഏകദേശം രാവിലെ തൊട്ട് ഒരുങ്ങി കെട്ടിയിരുന്നിട്ട് ഇപ്പോൾ 4-4:30 ആ സമയമായിരുന്നു. ആ നേരത്താണ് ഉണ്ടായിരുന്നു നമ്മളവിടെ എത്തുന്നത്. ഗംഭീര മഴയായിരുന്നു, നല്ല മഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴത്തേനും കിലനും അമ്പും അങ്ങനെ കുറച്ച് പേരൊക്കെ അവിടെ ഓൾറെഡി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് തടത്തവിള ശിവ എന്ന് പറഞ്ഞ ആനയാണ് കേട്ടോ. അപ്പോൾ മൂപ്പരനെ കെട്ടിയിടുന്നത് ഇവിടെയാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ വർഷം മീൻ പിടിക്കാൻ വന്ന സമയത്ത് മൂപ്പരോട് ഉണ്ടായിരുന്നു കേട്ടോ. മഴയൊക്കെ പെയ്ത് അത്യാവശ്യം നല്ല വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കോറിയിൽ ഇപ്രാവശ്യം. അപ്പം നമ്മൾ നേരെ ഹലോ മീനോടെ അപ്പം നമ്മൾ കോഴി വേസ്റ്റ് അല്ലേ, അത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ മീനിനെ പിടിക്കുന്നത്. അപ്പോൾ ഇവർക്ക് തീറ്റയും കൊടുക്കാറുണ്ട്. അപ്പോൾ കോഴീൻ്റെ മൊത്തം വേസ്റ്റും ഉണ്ട്, ചിറകിൻ്റെതും അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിൽ. അപ്പോൾ കുടൽ അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, അതൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കി ചിറക് അങ്ങനത്തെ ഐറ്റംസൊക്കെ നേരെ കോറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാധാരണ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നേരെ മീനുകളൊക്കെ മുകളിലേക്ക് വന്നിട്ട് തീറ്റ എടുത്ത് പോകാറുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ തീറ്റ ഇട്ട് കൊടുത്തപ്പോൾ അവർ മുകളിലേക്ക് വന്നില്ല കേട്ടോ. അപ്പോൾ പറഞ്ഞു കളി എങ്ങനെ സൗണ്ട് കേട്ടിട്ടാണ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഈ ചൂണ്ട ഉപയോഗിച്ചിട്ടാണ് മീനിനെ പിടിക്കുന്നത്. അപ്പോൾ ഇതിൽ ചൂണ്ടക്കുളത്തുണ്ട്. അപ്പോൾ അതിൻ്റെ തെറ്റത്ത് കംപ്ലീറ്റ് ഇങ്ങനെ കുടലിൻ്റെ ഇതിങ്ങനെ എന്താ പറയുക ചുറ്റി വെച്ച് കൊടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടാണ് മീനിനെ പിടിക്കാറ്. അത്യാവശ്യം നീളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ ചൂണ്ട എറിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ കുഞ്ഞു മീനുകളൊക്കെ വന്നിട്ട് ഇതിങ്ങനെ മീന്തിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൂണ്ടക്കുളത്ത് ഇങ്ങനെ വലിച്ച് പോവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നേരം നോക്കി. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ ചൂണ്ടക്കുളത്ത് ഇങ്ങനെ വലിഞ്ഞ് പോണ പോലെ തോന്നിയിട്ടാണ്. അപ്പം പിന്നെ പതുക്കെ നമ്മൾ വലിച്ച് കയറ്റിയപ്പോൾ ചെറിയ മീനാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നട്ടർ എന്ന് പറഞ്ഞ മീനാണ് കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും സൈസ് കുറഞ്ഞിട്ടുള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂണ്ട വെച്ച് പിടിച്ചിട്ടുള്ള കാരണം കൊണ്ട് തിരിച്ചിടാനും പറ്റില്ലേ. ഇതിൻ്റെയൊക്കെ വലിയ സൈസുള്ള മീനുകളുണ്ട് കേട്ടോ. ഇതൊക്കെ അത്യാവശ്യം ഒരു 6-7-8 കിലോൻ്റെ മുകളിലേക്കൊക്കെ വരുന്ന മീനുകളാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള ചെറുതാണ്. പിന്നെ അതുപോലെ കട്ട്ള, ഫിലോപ്പി അങ്ങനെ എല്ലാ മീനുകളും ഈ കൊറിയിലുണ്ട് കേട്ടോ. എന്താ പിന്നെ അതേ നമ്മുടെ രണ്ടാമത്തെ ചൂണ്ടക്കുളത്തും വലിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു കുറച്ച് വലുതായിരിക്കും എന്ന്. പിന്നെ പതുക്കെ വലിച്ച് കയറ്റാൻ നോക്കിയിട്ട് അപ്പോൾ വലിക്കും തോറും ആൾ പിന്നെയും ചൂണ്ടയെ കൊണ്ട് ഓടി പോവുകയാണ് ചെയ്തിരുന്നത്. പിന്നെ അളിയൻ പതുക്കെ വലിച്ച് കയറ്റി അതിനെ. കയറ്റിയപ്പോഴൊന്നും അത്യാവശ്യം നല്ല സൈസുള്ള ഒരു മീനായിരുന്നു കേട്ടോ അത്. ഇപ്പൊ കിട്ടിയിട്ടുള്ള അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് കേട്ടോ. ഏകദേശം നമ്മളെ കൊടുന്നിട്ടുള്ള ബക്കറ്റിൻ്റെ അത്രയും നീളം ഇട്ടത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് എടുത്ത് പൊന്തിച്ച് നോക്കിയപ്പോൾ പൊന്തിക്കാൻ പറ്റിയിരുന്നില്ല, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 5-6 കിലോൻ്റെ അടുത്ത് ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ നോക്കുമ്പോൾ മൂന്നാമത്തെ ഇട്ട ചൂണ്ടയും ഇതുപോലെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളതും പതുക്കെ വലിച്ച് കയറ്റുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആൾ ഈ പറയണ പോലെ നമ്മൾ വലിക്കും തോറും ഓടിക്കൊണ്ടിരിക്കുക ചെയ്തിരുന്നത്. ഇവർക്ക് എന്താ പറയുക കുറച്ച് വലിയ മീനാണെന്ന് വെച്ചാൽ അവർ ചൂണ്ടക്കുളത്തും കൊണ്ട് ഓടുക ചെയ്യുക. നമ്മൾ അത്രയും ഫോഴ്സിൽ പിടിച്ച് വലിച്ചാൽ മാത്രമേ അതിനെ പിടിച്ച് കയറ്റാൻ പറ്റുള്ളൂ.
ഏ മീന് നോക്കാന്ന്. ഞാൻ ഇവന്റെ വായിലെ പല്ല് കാണിച്ചു തരാട്ടാ. ഒരാളുടെ വിരൽ ഇതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ കടിച്ചെടുക്കുന്ന പറഞ്ഞ അത്രയ്ക്കും സ്ട്രോങ് അത്രൻ്റെ പല്ല് നോക്കി. അത്രയും എന്താ പറയുക മൂർച്ചുള്ള പല്ലാണ്. ഇതിനുള്ളിൽ വിരൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവനോടുള്ള സമയത്താണ് വെച്ചാൽ ഈ സമയത്തൊക്കെയാണെന്ന് വെച്ചാൽ കടിച്ച് വിരിച്ചെടുക്കും മൂപ്പര്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാ ചൂണ്ടയിൽ തീറ്റ കൊളുത്തണത്. അപ്പോൾ തൊട്ടപ്പുറത്തുനിന്ന് ചൂണ്ടിടുന്ന ചേട്ടനാണ് നേരത്തെ നമ്മൾ കണ്ട ആനയുടെ ഓണർ ഇട്ടാ. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെയാണ് ചൂണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം കൊളുത്തിയിട്ടുള്ള മീൻ നല്ല ദൂരേക്ക് ചൂണ്ട വലിച്ച് കൊണ്ടുപോയിരുന്നു കേട്ടോ. പിന്നെ അവസാനം വലിച്ച് കയറ്റിയപ്പോൾ നമുക്ക് നേരത്തെ 2 എണ്ണം കിട്ടിയിട്ടുള്ളതിൻ്റെ അത്രയും സൈസ് ഉണ്ടായിരുന്നില്ല. അതിനേക്ക് ഒരു പൊടിക്ക് ചെറുതായിരുന്നു കേട്ടോ. എന്നാലും അത്യാവശ്യം തൂക്കും കാര്യങ്ങളുള്ളതാണ്. നമുക്ക് ഒരെണ്ണം മാത്രമാണ് ഒരു കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ടായിരുന്നത്, ചെറുതിനെ. ബാക്കി കിട്ടിയിട്ടുണ്ടായിരുന്ന 3 എണ്ണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള മീനുകളായിരുന്നു കേട്ടോ. ഏകദേശം അതിനൊക്കെ ഒരു പൊടി കൂടെ എടുത്തു മീമി. എന്താ കുഞ്ഞപ്പിയെ ഇവനെ പണ്ട് ആനക്കാർക്ക് കിട്ടിയിട്ട് അവരിവിടെ വളർത്തിയിരുന്നേനെ അത്രേ. പക്ഷെ അവർ ഇന്ന് പോയപ്പോൾ ഇവനോട് ആക്കിയിട്ട് പോയിന്ന്. ഇവിടെ നോക്കി നോർമലി ഉള്ള നായകളെ പോലുള്ള ഒരു വ്യത്യാസം ഉണ്ട്. അവൻ്റെ കണ്ണിനൊക്കെ നല്ല പ്രത്യേകത ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഇതേ നോക്കി എന്തോരം മീനുകളാണ്. നമ്മൾ ഒന്നും ഇങ്ങോട്ട് നീങ്ങിയപ്പോൾ ഇഷ്ടം പോലെ മീനുകളാണ് മുകളിലേക്ക് വന്നത്. പക്ഷെ ഇതൊക്കെ കുഞ്ഞുങ്ങളാണ് കേട്ടോ, വലിയൊറ്റൊക്കെ അപ്പുറത്തെ സൈഡിൽ മറ്റേ ഡോൾഫിൻ ചാടുന്ന പോലെ വന്നിട്ട് ഇങ്ങനെ ചാടിയിട്ട് പോകുന്നുണ്ട്. മീനെ പിടിച്ചാള് എത്ര എണ്ണം പിടിച്ചു? ഓ നീ ഇങ്ങനെ നിന്നോട്ടാ. കോറിയുടെ ഓണർ സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല കേട്ടാ. എന്നിട്ട് പാതിരാത്രി വന്ന് അലക്കി പോകും ആൾക്കാര്. അങ്ങനെ മീനിനൊക്കെ പിടിച്ച് പിന്നെ നമ്മൾ തിരിച്ച് പോകാൻ കേട്ടോ. അത് ആകെ പൊന്നേ കാടൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വഴി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയും കാട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് നടക്കാൻ പറ്റുന്ന സെറ്റപ്പായിരുന്നു. പക്ഷെ ഇപ്പം നല്ല എന്താ പറയുക ആകെ പൊന്നക്കാടായിരുന്നു. അപ്പോൾ കുഞ്ഞാപ്പീൻ്റെ അടുത്ത് പൊന്തിച്ചിട്ടാണ് വരണേ. അപ്പോൾ അവിടെ നടത്താൻ പറ്റില്ല, എന്തെങ്കിലും ജന്തുക്കൾ ഉണ്ടായാലും എന്ന് വെച്ചിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ നടന്ന് ഇതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ കുറച്ചും കൂടെ ഇങ്ങനെ വെള്ളം കോറിയിൽ നിന്ന് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ട് കേട്ടോ. അവിടേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്നാണ് മറ്റേ കുഞ്ഞ് ഫിലോപ്പിയുടെ കുട്ടികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ നോക്കി ആ പാത്രത്തിൽ ഫുള്ള് ഇങ്ങനെ മീനുകൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഏരിയയിൽ കുഞ്ഞു മീനുകളുണ്ടാവും, നമുക്ക് പിടിക്കാൻ പറ്റില്ല, കുഞ്ഞു മക്കളല്ല, അവറ്റിനെ കിട്ടിയിട്ട് കാര്യമില്ല നമുക്ക്. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ചിങ്ങോട്ട് തന്നെ നടന്നോട്ടെ. അപ്പോൾ ഹലോ ഗൈസ്, ഹലോ ഗൈസ്, നമുക്ക് മീമീനെ കിട്ടിയില്ലേ? മീമീനെ പിച്ചൂലേ? എത്ര മീമി പിച്ചു? 4.
അങ്ങനെ പിന്നെ അളിയൻ്റെ വീട്ടിലൊക്കെ പോയി. പിന്നെ അതിൽ നിന്ന് ഒരു വലിയ മീനും ഒരു ചെറിയ മീനും കൊടുത്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിക്കുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട് അതായത് ഈ ഒരു പാത്രത്തിൽ ഇത്രയും പെരുത്ത മീനാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ഒരു ചെറിയ മീനും കൂടെ ഉണ്ട് കേട്ടോ. ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് അത്യാവശ്യം വലിപ്പമുണ്ട്. ഏകദേശം അത്യാവശ്യം അപ്പോൾ ഈ മീനെ നന്നായിട്ട് ക്ലീൻ ചെയ്തില്ല വെച്ചാൽ ഒരുമാതിരി സ്മെല്ലും ഉണ്ടാവും, പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നന്നായിട്ട് സ്കിന്ന് ചെത്തിയെടുക്കുന്നുണ്ട്. രണ്ട് മീനിൻ്റെയും സ്കിന്ന് ചെത്തിയെടുക്കുക. അതല്ലെങ്കിൽ ചെതമ്പൽ ഇങ്ങനെ കളയും ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ കളയാണെന്നൊരു ബ്ലാക്ക് കളർ ഉണ്ടാവും എന്തായാലും. അപ്പം നമ്മൾ പുളിവെള്ളത്തിലിട്ട് കുറച്ച് ഇങ്ങനെ കൈ മുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൂടുണ്ട് എന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള അത്രയും ചൂടുള്ള വെള്ളത്തിൽ പുളിവെള്ളം ഇട്ടിട്ട് നന്നായിട്ട് കലക്കിയിട്ട് പിന്നെ അതിൽ മീൻ ഒരു 5 മിനിറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ബ്ലാക്ക് കളറും പിന്നെ ഒരു പച്ച സ്മെല്ലും ഉണ്ടാവും. അത് നന്നായിട്ട് പോകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു 5 മിനിറ്റ് ഓരോ പീസും വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ചിടാനുള്ള വലിപ്പത്തിലുള്ള പാത്രമില്ലാത്ത കാരണം നമ്മൾ നടു പീസാക്കിയിട്ടുണ്ട്. അത് 2 പീസാക്കിയിട്ട് അതിൽ ആദ്യം ഒരു പീസ് എടുത്തിട്ടു, എന്നിട്ട് 2 സൈഡും ആക്കിയിട്ട് പതുക്കെ സൈഡിലേക്ക് മാറ്റി വെച്ചപ്പോൾ പതുക്കെ ഒരു കത്തിയും കൊണ്ട് ഇങ്ങനെ തോണ്ടിയപ്പോൾ തന്നെ മൊത്തം പോരുണ്ട് കേട്ടോ. ഒരു ബ്ലാക്ക് കളറുള്ളത് മൊത്തം പോരുണ്ട്. പിന്നെ എല്ലാ പീസും അതുപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടോ. പിന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ആ മീന് കംപ്ലീറ്റ് ഇത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുഞ്ഞു മീനുണ്ടായിരുന്നു നമ്മൾ അപ്പുറത്ത് വീട്ടിൽ കൊടുത്തിട്ടോ. ബാക്കിയുള്ളത് ഫുള്ള് ഇതേ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തതിൽ കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പലതും പല ഷേപ്പിലാണ്, പക്ഷെ ഒക്കെ സെറ്റാക്കി വെച്ച് ഇനി നമുക്ക് വറക്കാം. കറി വയ്ക്കണ്ട. പച്ചമുളക് ഐറ്റംസൊക്കെ ഇതാ കഴുകി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ നമുക്കിതൊന്ന് ദേ ഇവിടെ ഞാൻ കുരുമുളക് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു പൊടിക്കാത്തത്. ഇതും കൂടി ഇപ്പം നന്നായിട്ട് അരച്ചെടുക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൽ ഞാൻ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ടിട്ടുണ്ടാ. അങ്ങനെയാണ് അരച്ച് സെറ്റാക്കി. ഇനി ബാക്കിയുള്ള മസാലകൾ കൂട്ടി വയ്ക്കാം. ഉപ്പ്, മുളക്, മഞ്ഞൾ, പിന്നെ എന്നിട്ട് കാശ്മീരി ചില്ലി, നാരങ്ങയുടെ നീര്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതും കൂടെ ആകുമ്പോൾ അതങ്ങോട്ട് മാഗ്നേറ്റ് ചെയ്ത് ഒരു 5-10 മിനിറ്റ് വയ്ക്കാം. കാരണം സമയം ഇപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റ് ആയിരുന്നു. ഒരു സൈഡിൽ മീൻ സെറ്റാക്കാൻ വെച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ കുക്കറിൽ ഞാൻ ചോറ് വെച്ചിട്ടോ. കാരണം ഓൾറെഡി നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. 10-11 മണിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുഞ്ഞാപ്പിക്കായിട്ട് ആദ്യം കൊടുത്തപ്പോൾ ആ മീൻ വറുത്ത് കണ്ടപ്പോൾ അവളുടെ എക്സ്പ്രഷനാണത്. എങ്ങനെയുണ്ട്? എന്താണ് ഒരു എക്സ്പ്രഷൻ? അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിയണ്ട. ഓക്കെ, ബൈ ഗൈസ്.